തറവാട്ടിലെ കുളത്തിൽ കുളിക്കുമ്പോഴാണ് എൻ്റെ കാലിൽ എന്തോ തടയുന്ന പോലെ തോന്നിയത്. മുങ്ങിയെടുത്തപ്പോൾ കയ്യിൽ വന്നത് ഒരു ചിലങ്ക. ഏകദേശം കാലങ്ങൾ പഴക്കം തോന്നിക്കുന്ന ഒരു ചിലങ്കയായിരുന്നു അത്. കണ്ടപ്പോൾ അല്പം കൗതുകം തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് തറവാട്ടിൽ കൊണ്ടുവന്നു മുറിക്കകത്ത് വെച്ചു. രാത്രി വെറുതെ ഇരുന്നപ്പോഴാണ് ചിലങ്ക ഓർമ്മയിൽ വന്നത്. ഞാൻ പതിയെ അതെടുത്ത് അതിന്മേലൊന്ന് തട്ടി നോക്കി. ചിലങ്കയുടെ ശബ്ദം മനോഹരമായിരിക്കുന്നു എന്ന് സ്വയം പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രി പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണർന്നു. അപ്പോഴാണ് ആരോ ചിലങ്കയണിഞ്ഞ് മുഖത്തെ മുറിയിൽ നൃത്തം ചെയ്യുന്ന പോലെ തോന്നിയത്. എന്നാൽ പേടിയുള്ളത് കൊണ്ട് തന്നെ പോയി നോക്കാൻ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ എഴുന്നേറ്റ് എൻ്റെ കയ്യിലുള്ള ചിലങ്ക തിരിഞ്ഞു. എന്നാൽ ആ ചിലങ്ക ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ എന്നും രാത്രി ഈ ഒരു ശബ്ദം തുടർന്നു. അമ്മയോട് ചിലങ്കയുടെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അമ്മ കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് എന്നോടൊരു കഥ പറയാൻ ആരംഭിച്ചു. അരുന്ധതി, അവളായിരുന്നു ഈ തറവാടിൻ്റെ സകല ഐശ്വര്യവും. നന്നായി നൃത്തം ചെയ്യുന്നവളായിരുന്നു അവൾ. ഒഴിവ് സമയങ്ങളെല്ലാം അവൾ നാട്യം ചെയ്യാൻ മാത്രമായി മാറ്റിവെച്ചു. ഒരിക്കൽ അവളുടെ അച്ഛൻ അവൾക്കൊരു ചിലങ്ക സമ്മാനിച്ചു. ദൂരദേശത്തു നിന്നും വരുത്തിയ ആ ചിലങ്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൾ ആ ചിലങ്കാണിഞ്ഞ് നൃത്തമാടാൻ തുടങ്ങിയാൽ ഈ കോവിലകത്ത് തന്നെ ഒരു ഉത്സവം വന്ന പോലെ തോന്നുമായിരുന്നു. അവൾക്കത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ ചിലങ്ക. ചില രാത്രികളിൽ കുളക്കടവിൽ പോയി ആ ചിലങ്കയോട് സംസാരിച്ചിരിക്കുമായിരുന്നു അരുന്ധതി. അങ്ങനെ ഒരിക്കൽ അരുന്ധതിയുടെ ചിലങ്കകളിൽ ഒന്ന് കാണാതെയായി. കോവിലകം മൊത്തം തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. ഒരിക്കൽ കുളക്കടവിൽ ചിലങ്കയുടെ ശബ്ദം കേട്ട് പോയി നോക്കിയ അരുന്ധതി കുളത്തിൽ വീണ് ദുർമരണപ്പെടുകയായിരുന്നു. അതിനുശേഷം കോവിലകത്തെ പല ഭാഗങ്ങളിൽ നിന്നും ചിലങ്കണിഞ്ഞ് നൃത്തം ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. കാണാതെ പോയ ചിലങ്കയ്ക്ക് വേണ്ടി അരുന്ധതി എന്നും കോവിലകത്ത് വരാറുണ്ടെന്ന് പറയപ്പെടുന്നു.